ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു ദോശയുടെ റെസിപ്പി നോക്കിയാലോ? നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അതേസമയം നല്ലൊരു ടേസ്റ്റുള്ള ദോശയുടെ റെസിപ്പി. ഇത് ഗോതമ്പ് ദോശയല്ല കേട്ടോ. കാണുമ്പോൾ ഇത് ഗോതമ്പ് ദോശയായിട്ട് തോന്നും, പക്ഷേ ഇത് ഗോതമ്പ് ദോശയല്ല. നമ്മളിവിടെ റവ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ദോശയാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ബൗളെടുത്തിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് അരക്കപ്പ് റവ ആഡ് ചെയ്യേണ്ടത്. റവ വറുത്തതായാലും വറുക്കാത്തതായാലും ഏതാ കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. പിന്നെ അരക്കപ്പ് തന്നെ കടലമാവ് കേട്ടോ, സാധാ കടലമാവ് ഉണ്ടല്ലോ അതാണ്. പിന്നെ ഇതിലേക്ക് അരക്കപ്പ് തന്നെ തൈര്, അധികം പുളിയില്ലാത്ത തൈര് കേട്ടോ. ഒട്ടും പുളി ഇല്ലാണ്ടാവാനും പാടില്ല, എന്നാൽ ഭയങ്കര പുളി ആവാനും പാടില്ല. നോർമലായിട്ടുള്ള തൈര് അതൊന്ന് മിക്സി നന്നായിട്ടൊന്ന് ഈ മൂന്നും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ റവ നമുക്കറിയാലോ, ഇരിക്കുമ്പോൾ ഒന്നും കൂടി വെള്ളം ഇങ്ങനെ കുറയും. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു എരിവുണ്ടെങ്കിൽ ദോശയ്ക്ക് ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പിന്നെ ആ കടലമാവിൻ്റെ കുത്തു പോയും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ചെറിയൊരു എരിവുണ്ടെങ്കിൽ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. കട്ടയൊന്നും ഇല്ലാണ്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തുക്കണ്ട. ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ പിന്നെ റവയാകുമ്പോൾ ഒന്നും കൂടി ആ വെള്ളത്തിൽ കിടന്ന് കുതിരും. അപ്പോൾ അതൊന്ന് ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ് ആ നേരം കൊണ്ട് നമുക്ക് നാളികേര ചട്നി, സാധാ നാളികേര ചട്നി ഇട്ട് നല്ല കോമ്പിനേഷനായിരുന്നു. അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പോൾ അത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ടൊന്ന് തുറന്ന് ഇളക്കിക്കൊടുക്കുക. ഇപ്പോൾ വെള്ളം ഇപ്പോൾ കണ്ട ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്യേണ്ട. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ദോശയുടെ പരുവം ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി ആക്കുക കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേസ്റ്റിന് ഒരു 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം. ജീരകം ഇഷ്ടമല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഗരം മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അയമോദകം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഏതാ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അപ്പോൾ ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫ്രൈ പാന്, അത് ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ദോശക്കല്ലായിൽ എടുക്കാം. അപ്പോൾ ദോശക്കല്ല് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് ആയാലും ഞാനിപ്പോൾ ഒന്നും പരത്തിയൊന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മുടെ സാധാ ദോശ ഉണ്ടാക്കണ പോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരു ഭാഗം ആയി കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിടുക കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം. ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് മറിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ഞാനിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ അല്ലെങ്കിൽ എണ്ണയുടെ കുത്ത് ഇഷ്ടമില്ലെങ്കിൽ എണ്ണ ആഡ് ചെയ്യേണ്ട. എണ്ണ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും, ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയാൽ അത് അവിടേക്ക് ഇവിടേക്കൊക്കെ പോകും. അപ്പോൾ ഒന്ന് ദോശയമ്മലേക്ക് പിടിക്കാൻ വിധത്തിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആ ഒഴിച്ചു കൊടുത്ത എണ്ണ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറിച്ചും തിരിച്ചിട്ട് കൊടുത്തത്. അധികം ഒഴിക്കേണ്ട കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ ഹെൽത്തി ദോശയാണല്ലോ, അപ്പോൾ അധികം ആവേണ്ട, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കണേ. അപ്പം നമ്മുടെ ദോശ അവിടെ റെഡി ആയിട്ട് കണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം, അധികം നേരമൊന്നും എടുക്കില്ല, നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഇതിൽ കടലമാവിൻ്റെ കുത്ത് വരുമെന്ന്, പക്ഷെ ഒന്നുമില്ല കേട്ടോ, കടലമാവിൻ്റെ കുത്തൊന്നുമില്ല. നമ്മുടെ സാമ്പാറിൻ്റെ ഒപ്പവും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഹെൽത്ത് നോക്കണ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ദോശയാണ്. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.